ലോകം ഇന്നും നെഞ്ചിലേറ്റുന്ന ജനങ്ങളുടെ രാജകുമാരി എന്ന വിശേഷിപ്പിക്കപ്പെടുന്ന ഡയാനയുടെ ജീവിതത്തിലേക്കും അവരുടെ അന്ത്യത്തിലേക്ക് നയിച്ച ആ ഭയാനകമായ രാത്രിയിലേക്കുമാണ് ഇന്ന് നമ്മൾ സഞ്ചരിക്കുന്നത്. 1997 ഓഗസ്റ്റ് 31 പാരീസിലെ ഒരു തുരങ്കത്തിൽ വെച്ചുണ്ടായ ആ കാർ അപകടം ലോകത്തെ ഒന്നടങ്കം ഞെട്ടിച്ച ഒന്നായിരുന്നു. എന്നാൽ അത് കേവലം ഒരു അപകടമായിരുന്നോ അതോ കൃത്യമായ ആസൂത്രണം ചെയ്യപ്പെട്ട ഒരു കൊലപാതകമായിരുന്നു? ദശാബ്ദങ്ങൾ പിന്നിട്ടിട്ടും ഇന്നും ഉത്തരം കിട്ടാത്ത നിരവധി ചോദ്യങ്ങൾ ആ അപകടത്തിന് പിന്നിലുണ്ട്. ഡയാനയുടെ ജീവിതം ഒരു മുത്തശ്ശിക്കഥ പോലെയാണ് തുടങ്ങിയത്. 1961 ജനിച്ച ഡയാന ബ്രിട്ടനിലെ അതിസമ്പന്നമായ ഒരു കുടുംബത്തിൽ നിന്നാണ് വന്നത്. 1981 ചാൾസ് രാജകുമാരനുമായുള്ള അവരുടെ വിവാഹം നൂറ്റാണ്ടിന്റെ വിവാഹം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകൾ ടിവിയിൽ തത്സമയം കണ്ട ഒരു വിവാഹം ഒരു സ്വപ്ന തുല്യമായ തുടക്കമായിരുന്നു. എന്നാൽ കൊട്ടാരത്തിന്റെ ചുവരുകൾക്കുള്ളിൽ ഡയാന അനുഭവിച്ചത് തികച്ചും വ്യത്യസ്തമായ ഒരു ജീവിതമായിരുന്നു. ചാൾസ് രാജകുമാരന് കാമില പാർക്കർ ബോൾസുമായി ഉണ്ടായിരുന്ന ബന്ധം ഡയാനയെ മാനസികമായി തളർത്തി. ഈ വിവാഹത്തിൽ ഞങ്ങൾ 3 പേരുണ്ടായിരുന്നു എന്ന് പിന്നീട് ഡയാന തന്നെ വെളിപ്പെടുത്തിയത് കൊട്ടാരത്തെ നടുക്കി. മാനസിക സമ്മർദ്ദവും ഭക്ഷണക്രമത്തിലെ തകരാറും അവരെ വേട്ടയാടി. എങ്കിലും കൊട്ടാരത്തിലെ ചിട്ടവട്ടങ്ങൾക്കപ്പുറം സാധാരണക്കാരിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ അവർ കാണിച്ച മനസ്സ് അവരെ ജനപ്രിയയാക്കി. എയ്ഡ്സ് ബാധിതരെ തൊടാൻ ഭയപ്പെട്ടിരുന്ന കാലത്ത് അവരോടൊപ്പം സമയം ചെലവഴിച്ച ഡയാനയുടെ നടപടി ലോകത്തിന്റെ മനോഭാവം തന്നെ മാറ്റിമറിച്ചു. 1992 വേർപിരിഞ്ഞ ഇരുവരും 1996 ഔദ്യോഗികമായി വിവാഹമോചനം നേടി. ഇതിനുശേഷം ഡയാന തന്റെ ജീവിതം സ്വതന്ത്രമായി നയിക്കാൻ ആഗ്രഹിച്ചു. ഈ സമയത്താണ് അവർ ഈജിപ്ഷ്യൻ കോടീശ്വരനായ മുഹമ്മദ് അൽ ഫായിദിന്റെ മകൻ ഡോഡി അൽ ഫായിദിയുമായി പ്രണയത്തിലാകുന്നത്. ഇവരുടെ ഓരോ ചലനങ്ങളും പാപ്പരാസികൾ പിന്തുടർന്നു. 1997 ഓഗസ്റ്റ് 30 രാത്രി പാരീസിലെ റിറ്റ്സ് ഹോട്ടലിൽ നിന്ന് ഡിന്നർ കഴിഞ്ഞ് മടങ്ങുകയായിരുന്നു ഇരുവരും. പാപ്പരാസികളെ വെട്ടിച്ച് ഡോഡിയുടെ അപ്പാർട്ട്മെന്റിലേക്ക് പോകാൻ ശ്രമിക്കുന്നതിനിടെയാണ് ആ ദുരന്തം സംഭവിച്ചത്. പാരീസിലെ പോണ്ട് ഡി അൽമ ടണലിൽ വെച്ച് അവർ സഞ്ചരിച്ചിരുന്ന മെഴ്സിഡസ് കാർ നിയന്ത്രണം വിട്ട് 13ാം തൂണിലിടിച്ച് തകർന്നു. ഡ്രൈവർ ഹെൻറി പോളും ഡോഡി അൽഫായിദും സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചു. ഡയാനയെ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. ഫ്രഞ്ച് അധികൃതരുടെ അന്വേഷണത്തിൽ ഡ്രൈവർ മദ്യപിച്ചിരുന്നതായും അമിത വേഗതയുമാണ് അപകടത്തിന് കാരണമെന്നും കണ്ടെത്തി. എന്നാൽ ഈ കണ്ടെത്തലുകൾ മുഹമ്മദ് അൽ ഫായിദയോ ലോകത്തെ വലിയ വിഭാഗം ജനങ്ങളോ വിശ്വസിച്ചില്ല. ഡയാനയുടെ മരണം ഒരു കൊലപാതകമാണെന്ന് ആരോപിക്കുന്ന നിരവധി ഗൂഢാലോചന സിദ്ധാന്തങ്ങൾ ഉയർന്നു വന്നു. ബ്രിട്ടീഷ് രാജകുടുംബത്തിന് ഡയാനയുടെയും ഡോഡിയുടെയും ബന്ധത്തോടുള്ള വിയോജിപ്പാണ് ഇതിന് പിന്നിലെന്ന് പലരും വിശ്വസിച്ചു. അപകടത്തിന് 10 മാസം മുൻപ് ഡയാന എഴുതിയ ഒരു കത്തിൽ തന്റെ ജീവന് അപകടമുണ്ടെന്നും ചാൾസ് രാജകുമാരൻ ഒരു കാർ അപകടം പ്ലാൻ ചെയ്യുന്നുണ്ടെന്നും സൂചിപ്പിച്ചത് ഈ സംശയങ്ങൾ വർദ്ധിപ്പിച്ചു. കൂടാതെ ടണലിലെ CCTV ക്യാമറകൾ ആ സമയം പ്രവർത്തിക്കാതിരുന്നതും അപകടം നടന്ന സ്ഥലത്ത് അജ്ഞാതമായ ഒരു വെള്ളക്കാറിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നുവെന്നും നിഗൂഢതകൾ കൂട്ടി. പിന്നീട് ബ്രിട്ടീഷ് പോലീസ് നടത്തിയ ഓപ്പറേഷൻ പേജറ്റ് എന്ന വമ്പിച്ച അന്വേഷണത്തിലും ഇതൊരു അപകടമാണെന്നാണ് സ്ഥിരീകരിച്ചത്. എങ്കിലും ഇന്നും പലരും ആ അന്വേഷണ റിപ്പോർട്ടുകളെ പൂർണ്ണമായും വിശ്വസിക്കുന്നില്ല. മരിച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഡയാന ഇന്നും ലോകത്തിന്റെ പ്രിയപ്പെട്ട രാജകുമാരിയായി തുടരുകയാണ്. അവരുടെ ജീവിതവും മരണവും ഇന്നും സിനിമകൾക്കും പുസ്തകങ്ങൾക്കും ചർച്ചകൾക്കും വിഷയമാകാറുമുണ്ട്. സത്യം എന്തു തന്നെയായാലും ഡയാന എന്ന പേര് ജനഹൃദയങ്ങളിൽ എന്നും മായാതെ നിൽക്കും.